എവിടെയാണ് ഇവിടെ ഭരണഘടനാ ലംഘനം ഉണ്ടാകുന്നത്? എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുറേ പെൺകുട്ടികളെ ഇറക്കാനായിട്ട് രാഷ്ട്രീയ എതിരാളികൾക്ക് സാധിച്ചു. പൈസ എണ്ണിക്കൊടുത്ത് അതിൽ വീണുപോയ പാവം പെൺകുട്ടികളായിരിക്കുന്നേ. എന്തായാലും രാഹുൽ 10 കോടി രൂപ വെച്ച് നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരത്തിക്കെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഷഹനാസ് എന്നതാണ് പേര്. ആദ്യമായിട്ടാണ് ഈ പുള്ളിക്കാരത്തിനെ കാണുന്നത്. കേരള രാഷ്ട്രീയത്തിൽ എന്താണ് ഇങ്ങനെ ഈ പുള്ളിക്കാരത്തി ചെയ്തു വെച്ചതെന്നും എനിക്കറിയില്ല. ഈ രാഹുൽ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഷഹനാസ് എന്ന് പറയുന്ന ഈ രാഷ്ട്രീയക്കാരിയെ ഞാൻ കാണുന്നതും അറിയുന്നതും. എന്തായാലും പണി പാലുമളത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. 10 കോടിയുടെ മാനനഷ്ട കേസ് രാഹുൽ ഫയൽ ചെയ്തിട്ടുണ്ട്. കാരണം ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും നക്കപ്പിച്ച തരുമെന്ന് പറഞ്ഞ ഉടനെ ആണുങ്ങൾക്കെതിരെ ഇറങ്ങി പുറപ്പെട്ടാൽ ഇന്ത്യയിൽ ഒരു കോടതിയുണ്ട്, ഒരു നിയമവ്യവസ്ഥതയുണ്ട്. അതൊന്നും ഇല്ലാത്ത നാടല്ല. മാത്രമല്ല സ്വന്തം കോടതിയും സ്വന്തം ശിക്ഷയുമൊക്കെ വിധിക്കുന്ന കേരളത്തിലെ ചില കാര്യങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കാം ഇവരൊക്കെ ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷേ ഇന്ത്യ ഈസ് ഡിഫറെൻറ്റ്. ഇന്ത്യ എന്ന് പറയുന്നത് വേറെയാണ്. കേരളത്തിൽ ഇട്ടാവട്ടത്ത് കിടക്കുന്ന രാജാവ് ചമയരൊന്നും ഇന്ത്യയിൽ നടക്കില്ല. ചിലരെയൊന്നും തോൽപ്പിക്കാനായിട്ട് ചില പൊട്ടരാഷ്ട്രീയക്കാർക്ക് സാധിക്കില്ല. അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെ ഒരു പെണ്ണ് കേസുമായിട്ട് ഇറങ്ങി പുറപ്പെട്ട് തകർക്കുകയാണല്ലോ ലക്ഷ്യം. പാവം ഉമ്മൻചാണ്ടിയുടെ സീഡിയൊക്കെ തപ്പിപ്പോയ ആ വൃത്തികേടുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പം പാവം മനുഷ്യനെ എന്തുമാത്രമാണ് ക്രൂരമായിട്ട് അപമാനിച്ചതെന്ന്. അതേപോലെ തന്നെ ഒരു അപമാനിക്കൽ ശ്രമമാണ് ഇവിടെയും നടക്കുന്നത്. പ്രത്യേക രാഷ്ട്രീയത്തിലുള്ള പെണ്ണുങ്ങളാണ് കൂടുതൽ ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. നാണക്കേടെന്നേ പറയാനുള്ളൂ. ഇവരൊക്കെ എന്തെങ്കിലും പൈസയൊക്കെ ഓഫർ ചെയ്യുമ്പോഴത്തേക്ക് അതിൽ വീണിട്ട് കുറേ അങ്ങോട്ട് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാലുടനെ പ്രേക്ഷകരൊക്കെ വിശ്വസിക്കുന്ന കാലം കഴിഞ്ഞു. അത് പണ്ട് ഉമ്മൻചാണ്ടി സാറിനെ അപമാനിച്ച അന്ന് നമ്മളൊക്കെ എഴുതി തള്ളിയ കാര്യങ്ങളാണ്. ഇനി ഇത്തരത്തിലുള്ള നാറിയ ഏർപ്പാടുകൾക്ക് ഒരു പ്രേക്ഷകനും ഒരു ജനവും കൂട്ടുനിൽക്കില്ല. ഇതാരോ ഹണിയോ അങ്ങനെ എന്താ ഉള്ളൊരു വ്യക്തിയാണ്. പുള്ളിക്കാരത്തേക്ക് ഒരു ഹാർട്ട് ഇമോജി അയച്ചു. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതാണ് രാഹുൽ ഇവരോട് ചെയ്ത പീഡനം. മണ്ടങ്കോണാപ്പി ആണുങ്ങളെ ഏതെങ്കിലുമൊക്കെ സ്ത്രീകളുടെ ഇൻബോക്സിലും മെസ്സേജസിലും അതേപോലെ തന്നെ അവരുടെ പോസ്റ്റുകൾക്കുമൊക്കെ കൊണ്ടുപോയിട്ട് നിങ്ങൾ ഈ ഹാർട്ട് ഇമോജി ഒന്നും ഇടാൻ നിൽക്കണ്ട. നിങ്ങളുടെ മനസ്സമാധാനം പോകും, നിങ്ങളുടെ കുടുംബജീവിതം തകരും, ചിലപ്പോൾ ജയിലിലും കിടക്കേണ്ടി വരും. ആ ഒരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്ത്രീകളെ നന്നായിട്ട് സൂക്ഷിക്കുക. അവർക്ക് ഒരു മെസ്സേജ് ഇടണ്ട, ഒരു ഹാർട്ട് സിമ്പിൾ നിങ്ങൾ ഇടണ്ട. ഫെമിനിസവും സ്ത്രീ ശാക്തീകരണവും അതേപോലെ സ്ത്രീപക്ഷ സപ്പോർട്ടും എല്ലാം കൂടെ കൂടിയിട്ട് മൊത്തത്തിൽ പുരുഷനെ കയറി ആക്രമിക്കുക എന്ന നിലയിലാണ് എത്തിയിരിക്കുന്നത്. സുപ്രീം കോടതി കൃത്യമായിട്ട് കൊടുത്തു. കല്യാണം കഴിച്ചതിന് ശേഷം ഏതെങ്കിലും പുരുഷൻ്റെ കൂടെ പോയിട്ട് വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം മണ്ടത്തരം കൂടെ സുപ്രീം കോടതിയിലോട്ട് കയറി വരരുത്. ഇതിനൊക്കെ ബുദ്ധിയും ബോധവും വേണം. യഥാർത്ഥത്തിൽ കഷ്ടപ്പെടുന്ന സ്ത്രീകൾ, അപമാനിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് പോലും അവസാനം ഒരു നീതി കിട്ടാത്ത അവസ്ഥയിലേക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൊണ്ടുപോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്.